രാത്രിയിലെ മഞ്ഞുകൊണ്ട് മൂടിയ വണ്ടിയൊക്കെ വൃത്തിയാക്കിയെടുക്കുക എന്ന ശ്രമകരമായ ജോലിക്ക് ശേഷം രാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇന്ന് സ്ലൊവേനിയയിലെ അവസാനത്തെ ദിവസമാണ്. ഞങ്ങളിന്ന് ക്രൊയേഷ്യയിലേക്കാണ് പോകുന്നത്. ഈ യാത്രയിൽ ഞങ്ങൾ സന്ദർശിക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും രാജ്യമാണ് ക്രൊയേഷ്യ. സ്ലൊവേനിയയിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് ക്രഞ്ച് എന്ന പട്ടണത്തിൻ്റെ പ്രാന്തത്തിലുള്ള ഒരു കുന്നിൻ മുകളിലെ ഹോട്ടലിലായിരുന്നു എന്ന് കഴിഞ്ഞ ഭാഗങ്ങളിൽ കണ്ടതാണല്ലോ. വളരെ കാൽപ്പനികവും സംതൃപ്തിദായകവുമായിരുന്നു മഞ്ഞിൽ മൂടി നിന്ന ആ കുന്നിൻ മുകളിലുള്ള താമസം എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ യാത്ര ചെയ്യുന്ന വഴിയും കൂടുതൽ ഭാഗത്തും മഞ്ഞുമൂടി കിടക്കുക തന്നെയാണ്. പിന്നെ ഡിസംബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഇത് ഈ ഭൂഭാഗത്തെ സ്വാഭാവികമായ കാലാവസ്ഥയും പ്രകൃതിയും ആവുമല്ലോ. മഞ്ഞു വീണ ഭൂപ്രകൃതി സവിശേഷവും കാൽപ്പനികവുമായി അനുഭവപ്പെടുന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം അല്ലാത്തതുകൊണ്ടാണ്. ഇവിടത്തുകാർക്കൊക്കെ മഞ്ഞുകാലമെന്നാൽ കഠിനമായ ജീവിതാവസ്ഥയുടെ കാലമാണ്, കാൽപ്പനിക കാലം അല്ല. വഴിയോരത്തെ ഒരു സർവീസസിൽ കയറി പെട്രോൾ അടിക്കുകയും പ്രഭാത ഭക്ഷണത്തിനായി എന്തോ വാങ്ങുകയും ചെയ്തു. 3-3.5 മണിക്കൂർ മാത്രം നീളുന്ന യാത്രയാണ്. ഇവിടെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നത് പോലെയേ ഉള്ളൂ. ഇവിടുത്തെ പല രാജ്യങ്ങൾക്കും നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പോലും വലിപ്പം ഇല്ല. സ്ലൊവേനിയയിൽ ഇക്കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ താമസിച്ച ക്രഞ്ച് എന്ന ചെറുപട്ടണം നമ്മുടെ ഭാഗത്തു നിന്നും അധികമാരും സന്ദർശിച്ചിരിക്കാനോ പോയി താമസിച്ചിരിക്കാനോ സാധ്യതയില്ല. പൊതുവെ ടൂറിസ്റ്റ് മാപ്പിലൊന്നും വരുന്ന സ്ഥലവുമല്ല. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ക്രൊയേഷ്യയിലെ റസ്റ്റോക്കെ എന്ന ഗ്രാമവും അത്തരത്തിലുള്ള ഒന്ന് തന്നെയാണ്. യാത്രകൾ വ്യത്യസ്തമാക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. ദൂരെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഏതെങ്കിലും അപ്രശസ്തമായ പട്ടണത്തിലോ ഗ്രാമത്തിലോ പോയി താമസിക്കുക എന്നത് ഞങ്ങളുടെ ഇഷ്ടമോ ആഗ്രഹമോ ആണ്. അതിനാലാണ് ഇത്തരം ദേശങ്ങളിൽ ഞങ്ങൾ എത്തപ്പെടുന്നത്. വിദൂരവും ഏകാന്തവുമായ അത്തരം നാടുകൾ യാത്രകളിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. കാറ് വാടകയ്ക്കെടുത്ത് സ്വന്തമായി ഓടിച്ചു പോകുന്നത് അതിനുവേണ്ടി കൂടിയാണ്. മറ്റ് യാത്രാമാർഗം ഉപയോഗിച്ചാൽ അത് എളുപ്പമല്ല. റസ്റ്റോക്കയിലെത്തി ഹോട്ടൽ മുറിയിൽ കയറിയപ്പോൾ ബാൽക്കണിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മഞ്ഞു മൂടിക്കിടക്കുന്ന സമതല ഭൂമിയുടെ വിസ്തൃതമായ കാഴ്ച. ആ കാഴ്ച കണ്ട് എത്ര നേരം വേണമെങ്കിലും ബാൽക്കണിയിൽ ഇരിക്കാം എന്ന് കരുതി. പക്ഷേ അത് പ്രായോഗികമല്ലെന്ന് അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. 0 ഡിഗ്രിക്ക് താഴെയുള്ള തണുപ്പിൽ ആ ഇരിപ്പ് സുഖകരമായിരുന്നില്ല. അധികം ക്ഷീണിപ്പിക്കുന്ന ഡ്രൈവ് ആയിരുന്നില്ല റസ്റ്റോക്കയിലേക്ക് ഉള്ളത്. അതിനാൽ തന്നെ ഹോട്ടലിൽ പെട്ടിയൊക്കെ വച്ച് ഒന്ന് ഫ്രഷായി ഉച്ചഭക്ഷണവും കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി. റസ്റ്റോക്കെ ഗ്രാമം മനോഹരമാണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ ആശ്ചര്യപ്പെടുത്തും വിധം ഇത്രയും മനോഹാരിതയുള്ള ഒരു സ്ഥലമായിരിക്കും എന്ന് കരുതിയിരുന്നില്ല. അടുത്തെവിടെയോ ആയിരിക്കണം സ്വർഗം എന്ന് തോന്നിപ്പിക്കും വിധം കാൽപ്പനിക ഭംഗിയുള്ള ഗ്രാമം. 2 നദികളുടെ സംഗമസ്ഥാനമാണ് റസ്റ്റോക്കെ. കൊറോണ നദിയിലേക്ക് സ്ലാഞ്ചിക്ക നദി വന്നു ചേരുന്ന പ്രദേശമാണ്. ഭൂമിയിലെ ഒരു വിടവിലൂടെയാണ് കൊറോണ നദി ഒഴുകി വരുന്നത്. ഭൂനിരപ്പിലൂടെ ഒഴുകി വരുന്ന സ്ലാഞ്ചിക്ക നദി വിസ്തൃതമായി പല ചെറു കൈവഴികളായി ആ ഭൂപിളർപ്പിലേക്ക് നിപതിക്കുന്നു. അത് സൃഷ്ടിക്കുന്ന അസംഖ്യം ചെറു വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. അതുമാത്രമല്ല, സംഗമസ്ഥാനത്ത് വിസ്തൃതമായി പല വഴി പിരിയുന്ന സ്ലാഞ്ചിക്ക നദിയുടെ മുകളിലായാണ് ഈ ഗ്രാമം ഉണ്ടായി വന്നിരിക്കുന്നത്. പല വീടുകളുടെയും അടിയിലൂടെയാണ് നദി കടന്നുപോയി വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നത്. ഒരു വെള്ളച്ചാട്ടത്തിന് ചാരെ, നദീസംഗമത്തിന് ചാരെ, നദിക്ക് മുകളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാമം ആദ്യമായി കാണുകയാണ്. തികച്ചും അഭൗമമായ പരിസരം.
ഒരു ചെറിയ തടിപ്പാലം കടന്ന് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് എത്തുകയാണ് എന്ന തോന്നൽ ഉളവാകും. ഞങ്ങൾ ഗ്രാമവഴികളിലൂടെ നടന്നു. പരിസരത്തിന് നിതാന്തമായ അഭൗമത നൽകിക്കൊണ്ട് ഒഴുകിപ്പോയി നിപതിക്കുന്ന നദിയുടെ ജലശബ്ദം, കൂടുതലും തടി കൊണ്ടുണ്ടാക്കിയ പുരാതനമായ വീടുകൾ, ഓടുപാകിയ മേൽക്കൂര, അതിനടിയിലൂടെ ഒഴുകിപ്പോകുന്ന നദി, വീടുകളിലേക്ക് കയറാൻ പലയിടത്തും ചെറിയ പാലങ്ങൾ, പിന്നിലേക്ക് നദിയിലേക്ക് ഇറക്കിക്കെട്ടിയ സിറ്റൗട്ടുകൾ, ശുദ്ധസുതാര്യമായ നദീജലം, അവിടവിടെ ഭൂമിയെ മൂടിക്കിടക്കുന്ന ശുഭ്രമായ മഞ്ഞിൻ്റെ പാളികൾ. ഇതിനേക്കാൾ കാൽപ്പനികമായ ഗ്രാമം സ്വപ്നത്തിൽ മാത്രം. യൂറോപ്പിലെ വലിയ പട്ടണങ്ങൾക്ക് സൂക്ഷ്മാംശത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും സ്ഥൂലതയിൽ ഒരുപോലെ അനുഭവപ്പെടും. കുറച്ച് നാളുകൾക്ക് ശേഷം ആ പട്ടണങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുകയും വ്യതിരിക്തമായ ഒരു അനുഭവം സംഭവിച്ചത് ഏത് പട്ടണത്തിൽ വച്ചാണ് എന്ന് സംശയം ആവുകയും ചെയ്യും. അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു വാസ്തുവിസ്മയം കണ്ടത് ഏത് പട്ടണത്തിൽ വച്ചാണ് എന്ന് സന്ദേഹിക്കും. ആ യാത്രയിൽ എഴുതിവെച്ച ജേണൽ വായിച്ചു നോക്കുകയോ വീഡിയോ കാണുകയോ വേണ്ടിവരും വീണ്ടും അതിനൊരു വ്യക്തത വരുത്താൻ. എന്നാൽ ഇത്തരം സവിശേഷമായ ഗ്രാമങ്ങളിലെത്തുമ്പോൾ ഒരിക്കലും അത്തരമൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഈ വിദൂരമായ ഗ്രാമങ്ങൾ അതിൻ്റെ എല്ലാ സവിശേഷതയോടെയും എല്ലാ കാലത്തും സജീവമായി ഓർമ്മയിൽ നിൽക്കുക തന്നെ ചെയ്യും. ക്രൊയേഷ്യയിൽ ഞങ്ങൾ ആദ്യമായാണ് എത്തുന്നതെങ്കിലും ഈ രാജ്യം ഞങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. മോണ്ടനെഗ്രോയിലെ കോട്ടോറിൽ നിന്നും ഒരു ബോട്ടിൽ കയറി ആഡ്രിയാറ്റിക് കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് വച്ച് അകലെ നീളത്തിൽ കിടക്കുന്ന ഒരു മുനമ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബോട്ടോടിക്കുന്ന ആൾ പറഞ്ഞു തന്നു അത് ക്രൊയേഷ്യ ആണെന്ന്. യാത്ര ചെയ്യുന്നവരാണെങ്കിലും അന്ന് ദൂരത്തിരുന്ന് ക്രൊയേഷ്യ കാണുമ്പോൾ ആ രാജ്യത്തേക്ക് എന്തെങ്കിലും വരാൻ പറ്റുമോ എന്ന് സംശയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രൊയേഷ്യയിലും എത്തപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത് ക്രൊയേഷ്യയുടെ ആഡ്രിയാറ്റിക് തീരമല്ല. ആഡ്രിയാറ്റിക് സമുദ്രത്തിൽ വളരെ നീളത്തിൽ കിടക്കുന്ന കടൽ തീരമുണ്ട് ക്രൊയേഷ്യയ്ക്ക്. സ്പ്ലിറ്റ് എന്നും ഡുബ്രോവ്നിക് എന്നും ഒക്കെ പേരുള്ള യൂറോപ്പിലെ തന്നെ പ്രശസ്തമായ കടൽത്തീര പട്ടണങ്ങൾ ക്രൊയേഷ്യയ്ക്കുണ്ട്. എങ്കിലും ഞങ്ങൾ ഈ യാത്രയിൽ കടൽ തീരങ്ങളിലേക്ക് പോകുന്നില്ല. ക്രൊയേഷ്യയുടെ ഉൾനാടുകൾ മാത്രമാണ് ഞങ്ങൾ സന്ദർശിക്കുന്നത്. റൊസ്തോക്കെ പോലുള്ള ഭംഗിയാർന്ന ഉൾനാടൻ ദേശങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ലൊവേനിയയിലെ കുന്നിൻ മുകളിലെ ഹോട്ടൽ. അവിടെ താമസിക്കുമ്പോൾ മഞ്ഞുമൂടിയ ആ അനുഭവം അതീവ കാൽപ്പനികമായി അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ റൊസ്തോക്കെ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഈ നേരം അതിനേക്കാൾ മനോഹരമായി അനുഭവപ്പെടുന്നു, നിറവുള്ളതായി അനുഭവപ്പെടുന്നു. എന്നാൽ 4 ദിവസത്തിന് ശേഷം ബുഡാപെസ്റ്റിലേക്കുള്ള മടക്കയാത്രയിൽ ഹംഗറി സ്ലോവാക്യ അതിർത്തിയിലുള്ള മറ്റൊരു ചെറു പട്ടണത്തിൽ ഞങ്ങൾ എത്തപ്പെട്ടിരുന്നു. ഡാന്യൂബ് നദിയുടെ കരയിലുള്ള മഞ്ഞുകൊണ്ട് പുതഞ്ഞ ആ ദേശവും ഇത്രയും നിറവുള്ള സംതൃപ്തമായ അനുഭവമായി മാറിയിരുന്നു.
ഗ്രാമത്തിലൂടെ ഏറെ നേരം ചുറ്റി നടന്നതിന് ശേഷം മടങ്ങി ഹോട്ടലിലെത്തി. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാക്കിയ ചേട്ടനും അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ഒരു കസിൻ സഹോദരിയും കുടുംബവും ഞങ്ങളെ വിളിച്ചു. ഒരു കോക്ടെയിലിൻ്റെ നേർത്ത ലഹരിയിൽ അവരുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ ജനിക്കുകയും വളരുകയും ചെയ്ത ഗ്രാമത്തെക്കുറിച്ച്. അവിടെ നിന്നും ഞങ്ങളൊക്കെ എത്തപ്പെട്ട വിദൂരമായ ദേശങ്ങളും ജീവിതവും വിചാരിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലേക്ക് വരും. മനുഷ്യൻ അടിസ്ഥാനത്തിൽ ജനിതകമായി പുറപ്പെട്ടു പോകാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ആഫ്രിക്കയിൽ ഉടലെടുത്ത് ലോകം മുഴുവൻ ഹോമോസാപ്പിയൻസ് വ്യാപിച്ചതുതന്നെ അവൻ പുറപ്പെട്ടു പോകാൻ വ്യഗ്രത കാണിച്ചതുകൊണ്ടാണ്. ബോധപൂർവമായും സാഹചര്യത്താലും അതിന്നും തുടരുന്നു.